വെള്ളം മുളകാ മുളക് ഇതിലിടണ്ടേ മുളകേ ഉഴുന്നുവടയിലിടുമ്പോ മുളക് ഇടണ്ടേ എല്ലാ വീട്ടമ്മമാരും നേരിടുന്ന ഒരു ചോദ്യമാണത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് തീരെ വയ്യാതിരിക്കുകയാണ്. ഇപ്പോഴും വയ്യ, എങ്കിലും മുൻപത്തേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. നല്ല കോൾഡും ചുമയും ജലദോഷവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇന്നൊക്കെ കുറേശ്ശെയായിട്ട് ഞാൻ മെച്ചപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. കുറേ അധികം വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ബോറടിക്കുകയാണ് ഇതൊന്നും ചെയ്യാതിരുന്നപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു റെസിപ്പി, ചെറിയൊരു ഈവനിങ് സ്നാക്സ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് വെറൈറ്റികളും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എനിക്ക് ഉഴുന്നുവട കഴിക്കണം എന്നൊരു തോന്നല്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാൻ പോണത്. സക്സസ് ആവുമോ എന്താണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. കുട്ടികളുടെ മനസ്സിലുണ്ടാവുമല്ലോ, സ്കൂളിൽ വിട്ട് വന്ന അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഇന്ന് എന്തെങ്കിലും ഉണ്ടാവും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാവും പിള്ളേരെല്ലാവരും വരിക. എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് ആ സന്തോഷം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിറയും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇനി ഇതിൽ ഒട്ടും വെള്ളമില്ലാതാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. എന്തായാലും 3 മണിക്കൂർ നേരമെങ്കിലും നമ്മളതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. എന്നതിന് ശേഷം മാത്രം നമുക്ക് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് അരച്ചെടുത്തിട്ട് വന്നാലോ. അപ്പൊ നമ്മൾ അരയ്ക്കാനുള്ള പാത്രം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ജാറ്. ഇനി ഒഴിക്കാനുള്ള പാത്രം നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ മിക്സിയുടെ ജാറിലോട്ട് ഈ ഉഴുന്നിടാൻ പോവാ കേട്ടോ. എല്ലാ സാധനങ്ങളും ഒരേ സ്ഥലത്ത് തന്നെ അടക്കി ഒതുക്കിയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ സമയത്ത് കിടന്ന് ഓടണ്ടല്ലോ. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തിന് റെഡിയാക്കി വെക്കുന്നത് വളരെയധികം നല്ലതാട്ടോ. അത് എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മളിതിൽ ഇടാൻ പോവാണ്ടോ ഈ ഉഴുന്ന്. ഒട്ടും തന്നെ വെള്ളം ചേർക്കണില്ല. എന്തായാലും നമുക്ക് വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇനി അഥവാ നടന്നില്ലെങ്കിൽ അപ്പൊ നമുക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കാം കേട്ടോ. സക്സസ് ആവണേന്നാണ് എൻ്റെ പ്രതീക്ഷ. സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ എൻ്റെ ഉഴുന്ന് വെള്ളത്തിലായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഈവനിങ് സ്നാക്സ് റെസിപ്പികൾ വല്ലതും ഉണ്ടെങ്കിൽ അതും എനിക്കൊന്ന് ഷെയർ ചെയ്ത് തന്നാൽ നമുക്ക് അത് നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പൊ നമുക്കൊരു എപ്പിസോഡായിട്ട് തുടങ്ങിയാലോ. ഈവനിങ് സ്നാക്സ് എല്ലാ വീട്ടമ്മമാരും നേരിടുന്ന ഒരു ചോദ്യമാണത്. ഇനിയിപ്പോ നാളെ കാലത്ത് എന്തുണ്ടാക്കുക, നാളെ കാലത്ത് പലഹാരം എന്തുണ്ടാക്കുക, കൂട്ടാൻ എന്തുണ്ടാക്കുക, ഉപ്പേരി എന്തുണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഒരു ചോദ്യമാണ്, വൈകുന്നേരം നമുക്ക് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതൊരു എപ്പിസോഡായിട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലീസിലുള്ളവർക്കും നിങ്ങൾക്ക് അറിയുന്ന സ്നാക്സുകളുടെ റെസിപ്പി എനിക്ക് സെൻഡ് ചെയ്ത് തരിക. ഞാനത് ട്രൈ ചെയ്ത് നമ്മുടെ ഫാമിലീസിൽ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ഒക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പികൾ, തട്ടിക്കൂട്ട് റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ ഞാനത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് അതൊരു ഉപകാരമാവും. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനത് അടിച്ചെടുക്കാൻ പോകുന്നത്. ഇന്ന് റെക്കോർഡായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ലൈവായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നും. അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുപോലെ ലൈവായിട്ട് സംസാരിച്ച് വീഡിയോ ഇടുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇതുപോലെ തന്നെ ലൈവായിട്ടുള്ള വീഡിയോസ് ചെയ്യാനാണ് കേട്ടോ ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ പിന്നെ നമുക്ക് സമയക്കുറവും കാര്യങ്ങളൊക്കെ മൂലം കൊണ്ടാണ് നമ്മൾ പിന്നെ അത് വോയിസ് ഓവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് ഇഷ്ടം, വോയിസ് ഓവർ ചെയ്യുന്നതാണോ അതോ ഇതുപോലെ തന്നെ നമുക്ക് ലൈവായിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണോ ഇഷ്ടം എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളം ചേർക്കാതെ അരയുമെന്ന് തോന്നുന്നില്ല സുഹൃത്തുക്കളെ. കണ്ടോ, ഇതാ അരഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കാം. ഒരു തുള്ളി, കൈ നനയാവുന്ന ചേർക്കുന്നുള്ളൂ കേട്ടാ. എന്നിട്ട് ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇത് അരിഞ്ഞ് കിട്ടണ്ടേ, ഭയങ്കര പാടാന്ന് തോന്നുന്നുണ്ട് ഇത് അരയാൻ. ഇനി നമ്മള് ഈ മാവ് അതിങ്ങനെ വരില്ല കേട്ടോ. ഇങ്ങനെ ആക്കിയാൽ പോലും അത് ആവില്ല. അത്രയും ടൈറ്റ് ആയിട്ടാണ് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് നമുക്ക് കേട്ടോ.
ഒരു തുള്ളി കുറേശ്ശെ ഒരു കാരണവശാലും ഒറ്റയടിക്കുന്ന വെള്ളം ഒഴിക്കരുത്. തുള്ളി തുള്ളി തുള്ളിയായിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച്, അത് ഓവറായിട്ടൊന്നും ഒഴിക്കരുത് കേട്ടോ. ഒരു കൈ നനയാനുള്ള വെള്ളം അത്ര മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അത് ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പാത്രത്തിലോട്ട് മാറ്റാൻ പോവാ കേട്ടോ. അപ്പൊ നമ്മുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മാവ്. അപ്പൊ ഇതിനൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക്. അത് ശരിക്കും ഒരു അബദ്ധം പറ്റിയതാട്ടോ. ഉപ്പ് ഇതിൻ്റെ കൂടി ഇടായിരുന്നു. അപ്പൊ പിന്നെ ഇതിലേക്ക് ഉപ്പ് വേഗം പിടിച്ചതന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി നമ്മള് ഇപ്പൊ ഇട്ടാല് പിടിക്കുമോന്ന് അറിയില്ല, കട്ട കുത്തുമോന്ന് എനിക്ക് സംശയമുണ്ട്. അതൊരു അബദ്ധം പറ്റിയിട്ടാ. നിങ്ങള് അരയ്ക്കുമ്പോ തന്നെ ഉപ്പിട്ടോളൂ കേട്ടോ. ഞാനൊരു ഏകദേശം ഒരു 1.5 സ്പൂൺ ആക്കാന്ന് തോന്നുന്നു. ഉപ്പ് കൂടുതലായാലും പണിയാണ്, ഉപ്പ് കുറഞ്ഞാലും പണിയാണ്. ഞാൻ ഇപ്പോൾ ഒരു 1.5 സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ ഇഞ്ചിയും പച്ചമുളകും എന്താ പറയാ കരിവേപ്പിലയും കൂടിയിട്ട് കുഞ്ഞു കുഞ്ഞാന്നരിയാൻ പോവാ കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. എനിക്ക് ഇഞ്ചി അധികം ഉഴുന്നുടലിൽ കഴിക്കുന്നത് വലിയ ഇഷ്ടമൊന്നല്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റിന് ഇത് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെടുക്കുകയാണ് ചെറിയത്. പിന്നെ ഒരു 3 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പിള്ളേരുള്ള കാരണം കൊണ്ടേ അവർക്ക് എരിവ് അത്ര വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പില കേട്ടോ. അത് നൈസാക്കിയിട്ട് അരിയണതായിരിക്കും കേട്ടോ നല്ലത്. അപ്പൊ പിന്നെ കടിക്കാൻ അങ്ങനെ കിട്ടില്ല. അല്ലെങ്കിൽ വലിയ വലിയ പീസൊക്കെ ആകുമ്പോൾ എന്താ പറയാ അത് കടിച്ചു തൂക്കും. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അത് പിള്ളേരെ വയറ്റിലേക്ക് പൊക്കോളും. അത് നല്ലതാണല്ലോ എത്രയിലും. സംഭവം ഉഴുന്ന് ഗ്യാസ് ആണേനും, എന്നാൽ ഇഞ്ചിയൊക്കെ ചെല്ലുമ്പോൾ അത് എന്നെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് പൊക്കോളും. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇങ്ങനെ വളരെ നൈസായിട്ട് കുഞ്ഞാന്നറിയണം കേട്ടോ. അപ്പൊ നമ്മള് ഇതാ പച്ചമുളക്, കരിവേപ്പില കുഞ്ഞാന്നരിഞ്ഞത് കേട്ടോ. അത്രയും നൈസാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതാ കുരുമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഇളക്കി 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 മിക്സ് ചെയ്യാൻ പോവാ കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഇത് സക്സസ് ആവുമോ എന്താന്നുള്ള ആലോചിച്ചിട്ട്. ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസമായി. അപ്പൊ അതേ നമ്മൾ സെറ്റാക്കിട്ടാ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കി. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വരാം കേട്ടോ. അപ്പോഴേക്കും ദ്രുപത് വരാറാവും. അപ്പൊ ദ്രുപതിനെ കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ഉഴുന്നുവട ഉണ്ടാക്കി നോക്കാം. ബൈ. ഇത് ഞാൻ 249 രൂപയ്ക്ക് ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാ. ഇതിന്റെ ഒരു ഫ്രൈ പാൻ കൂടി ഉണ്ട്. ഇതൊരു കടായി ടൈപ്പാണ്. ഇതിന്റെ പരന്ന ഫ്രൈ പാനും കൂടി ഉണ്ട് കേട്ടോ. 249 രൂപയേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ഉപ്പേരികൾ എന്തെങ്കിലുമൊക്കെ വറവുകളൊക്കെ ഉണ്ടാക്കാൻ ഇത് ധാരാളമാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങും. അപ്പൊ ധ്രുവിനെ കുളിപ്പിക്കാൻ കയറ്റിയിട്ട് ഞാൻ നേരെ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ കയ്യിൽ നിന്ന് ജസ്റ്റ് എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ട് നമ്മൾ ഉഴുന്നുവട ഷേപ്പിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സക്സസ് ആവുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലാണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പ് ആക്കി കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് എണ്ണയ്ക്ക് അത് സെറ്റ് ആകുമ്പോൾ ഇത് ഇവിടുന്ന് അടർന്നു പോരുന്നതാണ്. പക്ഷെ അടർന്നൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പകുതി പണി പാളിയിട്ടുണ്ട് എന്ന്. പിന്നെ അങ്ങനെ നമ്മൾ വേറൊരു സ്പൂൺ ഉപയോഗിച്ചാണ് അതൊന്ന് അടർത്തിയെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഫിനിഷിങ് പോയി കിട്ടി. പിന്നെ നമ്മൾ വീണ്ടും സ്ലോ കുക്കിലാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഉൾഭാഗം നന്നായിട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോ കുക്ക് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ മുകളിലെ ഭാഗം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞാൽ ഫുൾ അത് മാത്രം മുരിഞ്ഞുള്ളൂ കേട്ടോ. ഉൾഭാഗം മുരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലോ കുക്കൊക്കെ ചെയ്ത് നമ്മൾ അവസാനം നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷേപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും രണ്ടുപേരും, ഒരാൾ ഉറങ്ങുമായിരുന്നു, ഒരാൾ കുളിക്കാൻ കയറിയിരിക്കുകയായിരുന്നു. അപ്പൊ രണ്ടാളും മണം കേട്ട് ഓടി വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പൊ അവർക്ക് സോസും കൂടി കൂട്ടിയാലേ അത്ര കഴിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പല പല ഷേപ്പുകളിലായി പോയി ഉഴുന്നുവട. എന്നാലും വലിയ കുഴപ്പമില്ല, അത് കിട്ടിട്ടോ. പല ഷേപ്പിൽ കിട്ടിയെന്നുള്ളൂ. പക്ഷെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ. പല പല ഷേപ്പിലായി, പക്ഷെ നല്ല ക്രിസ്പിയാണ്. വേണമെങ്കിൽ പൊട്ടിച്ച് കാണിച്ചാട്ടോ. ഉഴുന്നുവടയുടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഷേപ്പ് ഞാൻ വിചാരിച്ച പോലെ വന്നില്ല. ടേസ്റ്റിനൊന്നും വ്യത്യാസം വന്നിട്ടില്ല.
അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉഴുന്നോടെ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ കേക്ക് ഉണ്ടാക്കണ പൈപ്പിംഗ് ബാഗിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതിനെന്തെങ്കിലും ഈ ഷേപ്പ് കിട്ടാൻ വേറെ എന്തെങ്കിലും എളുപ്പ വഴികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവനിങ് സ്നാക്സ് എപ്പിസോഡായിട്ട് ഞാൻ തുടങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈവനിങ് സ്നാക്സ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഈവനിങ് സ്നാക്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാം. ഞാനത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ ഓരോന്നായിട്ട് ഒരു 10 ദിവസത്തെ നമ്മളൊരു ഈവനിങ് സ്നാക്സ് എപ്പിസോഡാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നും കൂടി പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും തുണികളുമായി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ നമുക്ക് ഈ പാചക വീഡിയോസ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സി യു. പിന്നെ ഒരു കാര്യം മറന്നുപോയത് എന്താ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.